മനുഷ്യനുണ്ടായത് ഭൂമിയിലാണ്, പക്ഷേ മനുഷ്യകുലം അവസാനിക്കുന്നതും ഭൂമിയിൽ തന്നെ ആയിരിക്കുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. അങ്ങനെ ആവില്ല. മനുഷ്യരുണ്ടായത് ഭൂമിയിലാണ്, പക്ഷെ അതുകൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നതും ഭൂമിയിൽ തന്നെ ആയിരിക്കണം എന്നില്ല എന്നുള്ള കാര്യം ചർച്ചയിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ പണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രമുണ്ടായിരുന്ന ഹോമോസേപ്പിയൻസ് പിന്നീട് മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് പോയി എല്ലാ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചതുപോലെ ഭൂമിയിൽ മാത്രമുള്ള മനുഷ്യൻ ഹോമോസേപ്പിയൻ മറ്റ് ഗ്രഹങ്ങൾ കീഴടക്കും, മറ്റ് ഗ്രഹങ്ങളിലേക്കും കൂടെ വ്യാപിക്കും എന്നും ഒരു പ്രഡിക്ഷൻ വരുന്നുണ്ട്. ഇതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം ഇലോൺ മസ്കിൻ്റെയൊക്കെ മാർസ് ചൊവ്വ ഗ്രഹത്തിലേക്ക് അവിടെ മനുഷ്യനെ എത്തിക്കാനുള്ള ശ്രമവും അവിടെ വാസയോഗ്യമാക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കാം മറ്റ് ഗ്രഹങ്ങൾ തേടി പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം മറ്റ് ഗാലക്സികൾ അല്ലെങ്കിൽ മറ്റ് വാസയോഗ്യമായ ഗ്രഹങ്ങൾ കണ്ടുപിടിക്കുന്നു, വാസയോഗ്യമല്ലാത്ത ഗ്രഹങ്ങളെ വാസയോഗ്യമാക്കാൻ ശ്രമിക്കുന്നു, മനുഷ്യൻ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ മുടിക്കാവുന്നതിനപ്പുറം മുടിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതായത് ഇവർ ചൊവ്വാഗ്രഹത്തിനെ ഭൂമിയെ പോലെ ആക്കാൻ ശ്രമിക്കുകയാണ്, വാസയോഗ്യമാക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ പകുതി കാശ് മതി, അല്ലെങ്കിൽ അതിൻ്റെ പകുതി ചെലവ് മതി ഭൂമിയെ പഴയതുപോലെ ആക്കാൻ. പക്ഷെ അതവർക്ക് കഴിയില്ല. കാരണം വാസയോഗ്യമാക്കാൻ ഭൂമി ഇനി വാസയോഗ്യമാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. 200 വർഷത്തിനപ്പുറത്തേക്ക് ഭൂമിയിൽ മനുഷ്യന് തങ്ങാൻ കഴിയില്ല എന്നാണ് ചില പഠനങ്ങൾ പറഞ്ഞു വരുന്നത്. ആഗോളതാപനത്തിനെ പറ്റിയാണ്, ഗ്ലോബൽ വാർമിംഗ്. എല്ലായിടത്തും ചർച്ചകൾ ഇതാണ്. അത് പ്രതികാരം ഇപ്പോൾ പ്രകൃതി തുടങ്ങി എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും. പാകിസ്ഥാനിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയം ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇറാഖിൽ വരൾച്ച, യൂറോപ്പിൽ റെക്കോർഡ് ചൂട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ യഥാർത്ഥ ഭീകരമുഖം വെളിപ്പെടുത്തുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രളയം പാകിസ്ഥാനെ വിഴുങ്ങുന്നു. ഈ ഞായറാഴ്ച പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിലെ കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയമാണ് സംഭവിച്ചത്. 3 നദികളിലെ ജലനിരപ്പ് റെക്കോർഡ് ഉയരത്തിലെത്തി. 2 ദശലക്ഷത്തോളം ആളുകളാണ് ദുരിതത്തിലായത്. സ്കൂളുകളും പോലീസ് സ്റ്റേഷനുകളും താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി മാറ്റിക്കൊണ്ട് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും കൂടുതൽ ഇരയാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. അതീവ ഗുരുതരമായിട്ടുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാരീസ് സാക്ലൈ സർവകലാശാലയിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞ പ്രൊഫസറായിട്ടുള്ള പോൾ ലെൻഡയുടെ അഭിപ്രായത്തിൽ ഒരു പ്രത്യേക കാലാവസ്ഥാ പ്രതിഭാസത്തെ മാത്രം കാലാവസ്ഥാ വ്യതിയാനവുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് കാലം തെറ്റി വരുന്ന മഴ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനെ അതുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, ഇത് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നിരുന്നാലും ഇത്തരം അതീവ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ കൂടുതൽ രൂക്ഷമായും ആവർത്തിച്ച് സംഭവിക്കുന്നത് കാലാവസ്ഥ മാതൃകകൾ ആണ് പ്രവചിക്കുന്നത് എന്നും പറയുന്നുണ്ട്. കേവലം ചൂട് കൂടുന്നതിനെ കുറിച്ചല്ല, മറിച്ച് പ്രളയം, വരൾച്ച, തീവ്രമായിട്ടുള്ള ഉഷ്ണതരംഗങ്ങൾ എന്നിവയുടെ ആവർത്തനത്തെക്കുറിച്ചാണ് സമൂഹം ശ്രദ്ധിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. പരിസ്ഥിതിയും ആരോഗ്യവും അപകടത്തിലാണ്. 2-3 ഡിഗ്രി സെൽഷ്യസ് ചൂട് വർദ്ധിക്കുന്നത് പോലും ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണ്. വരൾച്ചയും ഉയർന്ന താപനിലയും കാരണം വനങ്ങളിലെ മരങ്ങൾ നശിക്കുന്നു. നമുക്കറിയാം ആമസോൺ വനാന്തരങ്ങൾ എത്ര തവണ തീപിടിച്ചു എന്നുള്ളത്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് IPCC റിപ്പോർട്ടുകൾ പ്രകാരം കാലാവസ്ഥാ വ്യതിയാനം വനങ്ങളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ യൂറോപ്പിൽ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ ഉഷ്ണമേഖലാ രംഗങ്ങൾ പരത്തുന്ന കൊതുകുകളുടെ വ്യാപനവും വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രീയവും മാധ്യമങ്ങളുടെ പങ്കും കാലാവസ്ഥാ ഗവേഷണത്തിന് അത്യാവശ്യമായ ഫണ്ടിംഗ് കുറയ്ക്കുന്നതും ശാസ്ത്രജ്ഞരെ പുറത്താക്കുന്നതും പോലുള്ള അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ചില തീരുമാനങ്ങൾ ലോകത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. 2005 കത്രീന ചുഴലിക്കാറ്റിൻ്റെ 20ാം വാർഷികത്തിൽ പോലും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങളെ നേരിടാനുള്ള അമേരിക്കയുടെ ശേഷിയെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൃത്യമായ ശാസ്ത്രീയ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കടമ മാധ്യമങ്ങൾക്കുണ്ടെന്ന് പോൾ ലെഡ്ലെ ഓർമ്മിപ്പിച്ചു. വ്യാജ വിവരങ്ങൾക്കെതിരെ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. അതായത് നമുക്കറിയാം യൂട്യൂബിൽ മറ്റും കാലാവസ്ഥ വ്യതിയാനത്തിനെ പറ്റി ഒട്ടനേകം വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോകളെല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നവയുണ്ട്. അതായത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട്
ഒരു ഭയം ജനിപ്പിച്ച് ഭീതി വ്യാപാരം നടത്തുന്ന വീഡിയോകളുണ്ട്. അതോടൊപ്പം തന്നെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന വീഡിയോകളുണ്ട്. ഈ അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആഗോളതാപനം സമ്പന്ന രാജ്യങ്ങളുടെ ബാധ്യതയാണെന്ന് ലോക കോടതി വിധിച്ചിരുന്നു. അതായത് ലോക കോടതിയുടെ വിധി പ്രകാരം കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കെതിരെ ചരിത്രപരമായ ഒരു ഹരിതഗൃഹ വാതക ഉദ്ഭവനം, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് നമ്മൾ പറയും. ഈ വാതകങ്ങളാണ് ശരിക്കും ഈ ആഗോളതാപനത്തിന് കാരണമാകുന്നത്. ഈ വാതകങ്ങൾ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് അന്യോന്യം കേസ് കൊടുക്കാനുള്ള വഴി ഒരുങ്ങിയിരിക്കുകയാണ്. അതായത് ഈ വാതകങ്ങൾ വാതകങ്ങൾ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന രാജ്യങ്ങൾ അങ്ങനെ അപ്പോൾ ആ ഒരു ഇത് കണക്കിലെടുത്ത് ഈ രാജ്യങ്ങൾക്ക് അന്യോന്യം കേസ് കൊടുക്കാനുള്ള ഒരു വഴി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. വിധിക്ക് നിർദ്ദേശക സ്വഭാവമേ ഉള്ളുവെങ്കിലും ഇത് വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതായത് ലോക കോടതിയുടെ വിധിയുണ്ടല്ലോ, ഈ വിധി എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട്, അതായത് നിർബന്ധമായിട്ടും പാലിക്കണം. നമ്മുടെ സുപ്രീം കോടതി വിധി പോലെ അല്ല. അതായത് ഈ ഒരു വിധിക്ക് ഒരു നിർദ്ദേശക സ്വഭാവം മാത്രമാണുള്ളത്. അതായത് കൃത്യമായ ഒരു നിർബന്ധമായും പാലിക്കണം, അങ്ങനെ ഒരു ഒരിക്കലും അത്തരത്തിൽ ഈ ലോക കോടതിക്ക് വിധിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്ക് ഈ വിധി നിർബന്ധമായും പാലിക്കണമെന്നില്ല. പാലിച്ചില്ലെങ്കിൽ ഇവരെ ശിക്ഷിക്കാനൊന്നും ഈ കോടതിക്ക് കഴിയില്ല. ആഗോളതാപനത്തെ തുടർന്നുണ്ടാകുന്ന കാലാവസ്ഥ മാറ്റം ഭൂമിയുടെ രൂപത്തെ തന്നെ മാറ്റുന്നുവെന്ന് ശാസ്ത്രലോകം പറയുമ്പോഴാണ് അമേരിക്ക ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത്. വളരെ നേരിയതെങ്കിലും നിരന്തരമായ ഈ മാറ്റം ഭൂമിയിലെ ദിവസങ്ങളുടെ ദൈർഘ്യം ഏറ്റുന്നതായും ഭൂമിയുടെ കറക്കം മന്ദഗതിയിലാക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതായത് ദിവസങ്ങളുടെ ദൈർഘ്യം ഇപ്പോൾ ഏറി വരുന്നതായി പറയുന്നുണ്ട്. ഇത് കാരണം അതായത് പ്രൊസീഡിംഗ് ഓഫ് നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് എന്ന മാഗസീനിലാണ് കാലാവസ്ഥ മാറ്റം വരുത്തുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പഠനം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് വിവരങ്ങളിൽ പലതും ശാസ്ത്രജ്ഞർ അവലോകനം ചെയ്തതും നിഗമനങ്ങളിൽ എത്തിച്ചേർന്നതും. അന്റാർട്ടിക്കയും ഗ്രീൻലാൻഡും പോലുള്ള ധ്രുവ പ്രദേശങ്ങൾ അതിവേഗത്തിൽ മഞ്ഞുപാളികൾ ഉരുകുന്നുണ്ടെന്നും പഠന റിപ്പോർട്ട് പറയുന്നുണ്ട്. ഈ മഞ്ഞുപാളികൾ ഉരുകുമ്പോൾ കടലിലെ സീ ലെവൽ ഉയർന്നു വരും. അതായത് വെള്ളത്തിൻ്റെ ലെവൽ ഉയരുകയും ഇത് കരയിലേക്ക് കരയെ കൂടുതൽ എടുക്കാൻ ഇതിന് കാരണമാവുകയും ചെയ്യും. എന്തായാലും ലോകവ്യാപകമായി താപനില ഉയരുന്നത് ഐസുറഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിൽ അതുരുകാൻ കാരണമാകുകയും അങ്ങനെ എത്തുന്ന ജലത്തെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഭൂമധ്യ രേഖയോടടുത്ത് വെള്ളം കൂടുതലായി വന്നു ചേരുന്നതോടെ ഭൂമി മധ്യഭാഗം കൊണ്ട് അല്പം വിസ്താരമുള്ളതായി മാറുന്നുണ്ട്. ഈ വീർക്കൽ പ്രക്രിയ ഭൂമിയുടെ കറക്കത്തെ മെല്ലെയാക്കുന്നുണ്ടെന്നും പഠനത്തിൽ കണ്ടെത്തി. ധ്രുവപ്രദേശത്ത് നിന്നും ഇങ്ങനെ ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് വെള്ളവും മറ്റും ഒഴുകിയെത്തുന്നത് ദിവസങ്ങളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ഫിസിസ്റ്റായിട്ടുള്ള സുരേന്ദ്ര അധികാരി പറയുന്നത്. ചന്ദ്രൻ്റെ ഗുരുത്വബലവും ഭൂമിയുടെ പുറന്തോടിലെ ഉരുകിയ പാറയും കാരണം നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഭൂമിയിലെ ദിവസങ്ങൾക്ക് മില്ലി സെക്കൻഡുകൾ വീതം ദൈർഘ്യമേറാറുണ്ട്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഈ മാറ്റം അതിവേഗത്തിൽ സംഭവിക്കുകയാണ് എന്നാണ് ഈ പഠനം പറയുന്നത്. എന്തായാലും ജനങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും പങ്ക് കൂടി ഇതിനകത്തുണ്ട്. നമുക്കതൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. നമുക്ക് ഓരോരുത്തർക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ഈ പ്രതിസന്ധിയിൽ ജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ജൈവവൈദ്യം സംരക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുക, ഇതാണ് ഒരു വഴി. നഗരങ്ങളിൽ കൂടുതൽ ഹരിത പ്രദേശങ്ങൾ വളർത്തുക, കാലാവസ്ഥ അനുകൂല നയങ്ങൾ രൂപീകരിക്കുന്നവരെ തിരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെല്ലാം തന്നെ ഒരു ഗ്രീൻ എനർജി ആക്കുക എന്നുള്ളതാണ് ഇതിൽ പരിഹാരമായി പറയുന്നത്. അതായത് സോളാർ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി എടുക്കുക, അതുപോലെ തന്നെ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റുക. ഇത്തരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ ഈ ഭൂമിയെ ഹീലിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ നമുക്ക് പങ്കുചേരാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകളും ഈ രംഗത്ത് സഹായകമാണ്. ആപ്പുകൾ ഉപയോഗിച്ച് സസ്യങ്ങളെയും പക്ഷികളെയും തിരിച്ചറിയുന്നത് പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ വലിയ ഡാറ്റാബേസുകൾ നിർമ്മിക്കാനും അതുവഴി കാലാവസ്ഥാ വ്യതിയാനത്തോട് ജീവിവർഗങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും കഴിയും.